ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ റോക്കിംഗ് സ്റ്റാർ യാഷ് നായകനാവുന്ന പുതിയ സിനിമയാണ് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇപ്പം അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആദ്യം മുന്നേ ഒരു ടീസർ ഇറക്കിയിട്ട് ഇഷ്ടംപോലെ ട്രോളെല്ലാം മാറി കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ പോട്ടെ, നമുക്ക് അതിലേക്ക് എന്താണ് പോകണ്ട. പക്ഷേ ഈ ഒരു ടീസർ പലവർക്കും ഇഷ്ടപ്പെട്ടു, പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന രീതി തന്നെയാണ്. പക്ഷേ പേഴ്സണലി ഞാൻ പറയുവാൻ എനിക്ക് ശരിക്കും കീട്ടിലുമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് പേഴ്സണലി വേറെ കാര്യം കൂടെ പറയാനുണ്ട്. ഇനി യാഷിനി ഇനി എല്ലാവരും കാണുന്നത് ആ ഒരു പഴയ റോക്കി ബായിട്ട് തന്നെയായിരിക്കും. ആ ഒരു ക്യാരക്ടർ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടാവത്തില്ലെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പുള്ളീനെ തേടി ഇനി ആ ഒരു ക്യാരക്ടർ ടൈപ്പ് വരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഗ്യാങ്സ്റ്റർ അല്ലെങ്കിൽ ഒരു ലീഡർ എന്ന രീതി വരത്തുള്ളൂ എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഇവിടെ പ്രഭാസിൻ്റെ ആവല്ലേ എന്നാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന. ഇനി ടീസറിലേക്ക് വരുവാണെങ്കിൽ കിടിലം ടീസറിൻ്റെ തുടക്കം തന്നെ വലിയൊരു വിഷ്വൽസും കാണിച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ ഗ്രാഫിക്സിന് വേണ്ടി നല്ല രീതിയിൽ ഫണ്ട് ചിലവാക്കിയിട്ടുണ്ട്. ആ ടീസർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതെന്തുവാടേ, ചൈനയിലൊക്കെ അണ്ണൻ പോയി ഷൂട്ടൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു ഫൈറ്റൊക്കെ നടക്കുന്ന സീനായിരുന്നു. പിന്നെ ടോക്സിക് സിനിമയുടെ ഫസ്റ്റ് മോശം പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് ആ ഒരു പോസ്റ്ററിനകത്ത് കാണിച്ചിട്ടുണ്ട്, ഒരു ക്ലൗണിൻ്റെ ഫേസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമ നല്ല രീതിയിൽ വയലൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടും. ഗീതു മോഹൻദാസ് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് സിനിമയിൽ കണ്ടാൽ മതി. ഗ്രാഫിക്സ് കുറച്ചുകൂടെ നന്നാക്കിയാൽ കീട്ടിലും തന്നെ ആവും. തിയേറ്ററിലൊക്കെ ഗംഭീര വിഷ്വൽസ് തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതിനകത്ത് ഒറ്റ നായികമാരെ പോലും കാണിച്ചിട്ടില്ലല്ലോ. സിനിമയിൽ 3-4 നായികമാരെ കാണിച്ചിട്ടുണ്ട്. നയൻതാര ഉൾപ്പെടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ആരും തന്നെ ടീച്ചർ കട്ടിനകത്ത് നമ്മളെവിടെയും കണ്ടില്ല. സിനിമ ഇറങ്ങുന്നത് അടുത്ത മാസമാണ്. അടുത്ത മാസം 19-ാം തീയതി. അന്ന് ടോക്സിക് ഉൾപ്പെടെ 4 സിനിമകളാണ് ഇറങ്ങുന്നത്. ഒന്ന് നിവിൻ പോളിയുടെ പ്രതിച്ഛായ, പിന്നെ നമ്മുടെ ഷാജി പാപ്പനും ടീംസും ആട് സിനിമയുടെ 3-ാം ഭാഗം, പിന്നെ ദുരന്തർ സിനിമയുടെ 2-ാം ഭാഗം. പണ്ട് ഇതേപോലെ തന്നെ KGF-ൻ്റെ 2-ാം ഭാഗം ഇറങ്ങിയ സമയത്ത് ഒരു ഹിന്ദി ചിത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു മറ്റേ ജേഴ്സി എന്ന സിനിമ. പക്ഷേ ഇത് അതേപോലെ ആയിരിക്കത്തില്ല, നല്ല കട്ട കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. ടോക്സിക് വേഴ്സസ് ദുരന്തർ 2. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ റോക്കി ബായിക്ക് യാഷിന് 2 ക്യാരക്ടറുണ്ട്. അച്ഛനും മകനും ആണെന്നാണ് പറയുന്നത്. ഐ എം കമ്മിങ് ഡാഡിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എത്രമാത്രം സത്യമാണെന്ന് പറയത്തില്ല. ചിലപ്പോൾ ജസ്റ്റ് ഒരു മാസ് ഡയലോഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും പുള്ളിക്കാരൻ്റെ മകനുണ്ടാ. ക്യാരക്ടറിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. മകൻ ശരിക്കും വയലൻസ് ആട്ടാ. അറുത്ത് മുറിക്കുന്ന സീനൊക്കെ ഉണ്ട് സിനിമയിൽ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് അടി കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ എൻ്റെ അപ്ഡേറ്റ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.